ജോൺ അബ്രഹാമിൻ്റെ കട്ട ഫാനായിരുന്ന ചേട്ടൻ ധൂം ഫിലിം ഇറങ്ങിയപ്പോൾ അതിലത്തെ വണ്ടിയുടെയും ഫാനായി മാറി. അങ്ങനെ ഇതേ വണ്ടി സ്വന്തമാക്കുകയും ചെയ്തു കേട്ടോ. ചേട്ടൻ്റെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ. ആദ്യത്തെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനോട് എപ്പോഴായാലും ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. കാരണം നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിനെന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ട് അങ്ങനെ ഇവിടെ കിടക്കുകയാണ്. കുറേ ദിവസമായിട്ട് എന്നോടിത് കഴുകി വയ്ക്കാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കഴുകാനായിട്ടാണെങ്കിൽ ഓസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് കഴുകാം. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരണ്ടേ വിചാരിച്ചിട്ട് എനിക്കൊരു മടിയൊക്കെ ഉണ്ടായി. നമ്മുടെ ഓസ് ഇപ്പോൾ വെച്ചേക്കുന്നതാണിത്. അതാണെങ്കിൽ ഇത്രേ എത്തത്തുള്ളൂ. അങ്ങോട്ടേക്ക് നമുക്ക് വലിച്ച് കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ കഴുകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തെ സൈഡ് ഞാൻ കോരിട്ട് തന്നെ കൊണ്ടുപോകാൻ ചെയ്തത്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു വണ്ടീനെ നമുക്ക് എന്തായാലും ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കഴുകി തുടങ്ങിയപ്പോൾ ഒരു പേടി, ഇതിൻ്റെ എല്ലായിടത്തേക്കും വെള്ളം ഒഴിക്കാവോ, ഇനി എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനിപ്പോൾ കഴുകി വെളുപ്പിച്ചിട്ട് സംഭവം വർക്കായില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കുമല്ലോ അടുത്ത ഒഴുക്ക്. എന്തായാലും എൻ്റെ പണി ഞാൻ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഞാൻ നന്നായിട്ട് തേച്ച് ഉരച്ചങ്ങോട്ട് കഴുകിയിട്ടോ. ഇതിപ്പോൾ മാസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ കഴുകിയെടുത്താലും ഉപകാരം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ക്ലീനാക്കി വയ്ക്കുമ്പോൾ ചേട്ടനൊരു സന്തോഷമാവുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗങ്ങളൊക്കെ ക്ലീനാക്കാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വെള്ളം മുട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടെന്ന്. എന്തായാലും കുറേ തുളയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം ഏതെങ്കിലും വഴി കൂടി പൊയ്ക്കോളും എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ എന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെ നമ്മൾ തേച്ചൊരച്ച് കഴുകി കഴിഞ്ഞപ്പോഴുള്ള ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിനെന്താ പ്രശ്നം?